കഴിഞ്ഞ ദിവസം എന്താ വിളപ്പിൽശാല ഒരു ആശുപത്രിയും നമ്മളെ എല്ലാം കണ്ണിന് മുമ്പിൽ കണ്ടതാണ്. 1.5 മിനിറ്റോളം ആ മനുഷ്യൻ പ്രാണവായുവിന് വേണ്ടി നിലവിളിക്കുന്നത്, ഓടി പരവേശം കാണിക്കുന്നത് നമ്മൾ കണ്ടുകാണ്. എന്നിട്ട് എന്താ, കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുക. അതെന്തോ ഒരു സാഡിസ്റ്റിക് ആനന്ദം പോലെയാണ് ഈ ഗവൺമെന്റ്. താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞോട്ടെ, അത് ഭയങ്കര സൈബർ ആക്രമണമാണ്. അപ്പൊ നമ്മുടെ ആരും പോട്ടെ, ആ മരിച്ചുപോയ ബിസ്മിയുടെ ഭാര്യയെ പോലും വെറുതെ വിടാത്ത സൈബർ വേട്ടയാണ്. അടുത്തിരാക്കുന്നത് കുറച്ച് പച്ചക്കള്ളങ്ങൾ. ആദ്യത്തെ കള്ളം എന്താണ്, എന്തോ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ശ്വാസം മുട്ടുമായിട്ട് പോയപ്പോൾ ഒരു ഫിസിഷ്യനെ പോയി കാണണം എന്ന് പറഞ്ഞു വിട്ടു, പോയില്ല. അതുകൊണ്ട് കുറ്റം മരിച്ചവന് എന്ന മട്ടിലാണ് ഈ സർക്കാർ PR പോലെ ചിലരുടെ മനുഷ്യവിരുദ്ധ നറേറ്റീവ്. യഥാർത്ഥം എന്താണ്, മരിക്കുന്നതിന് 2 ദിവസം മുൻപ് പോയി ശ്വാസം മുട്ട് എപ്പോഴും വരാറുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഭാര്യ പറയുന്നു ആദ്യമായാണ് വരുന്നത്. ഡോക്ടർ പറയുന്നു ഇനി ശ്വാസം മുട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും റെസ്പിറേറ്ററി മെഡിസിനെ കാണിക്കണമെന്ന് പറയുന്നു. രണ്ടാമത് ശ്വാസം മുട്ട് വരുന്നത് എപ്പോഴാ, ബിസ്മീർ മരിച്ച ആ രാത്രി. അന്ന് പാതിരാത്രി റെസ്പിറേറ്ററി മെഡിസിൻ എവിടാ എന്ന് അന്വേഷിച്ച് നടക്കണമായിരുന്നോ ആ പാവം. രണ്ടാമത്തേത് മെഡിക്കൽ കോളേജിലോട്ട് ഓക്സിജൻ സപ്പോർട്ടായി വിട്ടുവന്ന പച്ചക്കള്ളമാണ്. ഭാര്യ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയുന്നു. വീൽ ചെയറിൽ ഈ ബിസ്മീറിനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ ആ ഓക്സിജൻ സപ്പോർട്ട് കള്ളം പൊളിയുമെന്ന് പറയുന്നുണ്ട് ഭാര്യ. മൂന്നാമത് ഈ ശ്വാസം മുട്ടുള്ളയാൾക്ക് CPR കൊടുക്കാനല്ല പറഞ്ഞത്, വായിൽ കൂടെ നൊര വന്ന് ചുണ്ട് കറുത്ത് ബോധം പോയപ്പോഴാണ് CPR കൊടുക്കാൻ ഭാര്യ എംഡക്കാരിയാണ് കേട്ടോ, തീരെ ബോധമില്ലാത്ത ആളൊന്നുമല്ല. ഭാര്യ പറയുന്നത് കൊടുത്തില്ല. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് CPR കൊടുത്തില്ലെന്നാണ്. രാത്രി ആംബുലൻസിൽ ശ്വാസം മുട്ടി ബോധം പോയ ഒരാളുടെ കൂടെ ആരും കയറി പോവാതെ ഒറ്റയ്ക്ക് കയറ്റി വിടുക. ഒക്കെ പോട്ടെ, ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞ ആ വിശുദ്ധമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടില്ലേ, അത് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച ബിസ്മീറിന്റെ ഭാര്യ ഒരിക്കലെങ്കിലും വീണ ജോർജ് പോട്ടെ ആരെങ്കിലും വകുപ്പിലെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണ്, ഈ നിമിഷം അവർ ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കുക? 2-3 മിനിറ്റ് ഗ്രില്ല് അടച്ചുള്ളൂ എന്നാണ് ചോദ്യം. ഇവിടെ ശ്വാസം മുട്ടി വരുന്ന മനുഷ്യൻ പ്രാഥമിക ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ 15 മണിക്കൂർ വേണമെന്നാണ് ഈ മണ്ടന്മാരുടെ ധാരണ. അനാസ്ഥയിൽ സിസ്റ്റം പിഴവിൽ ഒരു മനുഷ്യന്റെ ജീവൻ പോയിട്ട് വൃത്തികേടും തെറിയും മനുഷ്യവിരുദ്ധയും കുഴച്ചു പറഞ്ഞ് ന്യായീകരിച്ച മറുപടിയാവോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.